എനിക്ക് പറയാൻ പറ്റുമോ അവൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ? എന്തായാലും എനിക്ക് വലിയ വിഷമമില്ല, നീ അതോർത്തോണ്ട് കാര്യമായിട്ട് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഇതെല്ലാം തകർന്നു പോലെന്ന് ഓർത്തോണ്ടൊന്നും വിഷമിക്കണ്ട, അതൊക്കെ തമ്പുരാന്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ദേഷ്യമില്ല. പിറ്റേ ദിവസം ചോദിക്കും എന്തുകൊണ്ട് വളരെ വിശേഷമെന്ന്. ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനൊന്നും തർക്കിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ പിന്നെയും വിഷമമായി. സിസ്റ്റർമാരോട് പറയാമെന്ന് വിചാരിച്ചാൽ അവർക്ക് എൻ്റെ സുവിശേഷം കേൾക്കാനൊന്നും നേരമില്ല, രാവും പകലും അത് അധ്വാനിക്കാണ് അവിടെ കിടന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുത്തെ മദറിനെ കണ്ടു ചോദിച്ചു, എനിക്കൊരു പുസ്തകം വായിക്കാൻ തരാമോ? അപ്പോൾ മദർ എന്നെ അവിടെ ലൈബ്രറി കൊണ്ടുപോയി. വലിയ ലൈബ്രറി, ഇഷ്ടം പോലെ പുസ്തകം. കയറി ചെന്ന ദിവസം തന്നെ ഞാൻ കണ്ടു 1, 2, 3 എന്ന് പറഞ്ഞ് വോളിയം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, കുറേ പുസ്തകങ്ങൾ അടുപ്പിച്ച്. ഇത്തിരി വണ്ണമുള്ള പുസ്തകം. അപ്പം തീരുമാനിച്ചു വലിയ പുസ്തകം അത് വായിക്കണ്ട, ചെറുതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ചെറുതൊക്കെ എടുത്ത് വായിച്ചു. വീണ്ടും പിറ്റേ ദിവസം എന്നും കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ പുസ്തകം ആയതുകൊണ്ട് ഒരു ദിവസം തീരുമാനിച്ചത് എന്താണെന്ന് നോക്കാം എന്ന് കരുതി അതിൻ്റെ സൈഡിൽ നിന്ന് 1ാം വാല്യം എന്ന് എഴുതിയിരുന്ന പുസ്തകം എടുത്തു നോക്കി. അപ്പോൾ ഞാൻ അതുവരെയും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു സ്ത്രീ, മരിയ വാൾത്തോർത്ത, ആ സ്ത്രീ എഴുതിയ ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീതയുടെ 1ാം വാല്യമാണ് എൻ്റെ കൈ കിട്ടിയത്. തുറന്നപ്പോൾ തന്നെ മാതാവിനെ കുറിച്ച് എന്തൊക്കെയോ അതിൽ എഴുതിയിരിക്കുന്നു. സന്തോഷമായി. മാതാവിനെ കുറിച്ചുള്ള ഭക്തി കൊണ്ടല്ല, അമ്മയ്ക്കിട്ട് വെട്ടാൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു പുതിയ പോയിന്റ് കിട്ടിയിട്ട് വേണം അത് തെറ്റാണെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകം വളരെ ഭക്തിപൂർവ്വം ഞാൻ എടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് ലീവാണ് ആ ദിവസം. രാവിലെയും വൈകുന്നേരമാണ് എടുത്തുകൊണ്ട് വന്നത്. വൈകുന്നേരം എടുത്തുകൊണ്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാൻ 5 മണി ആയപ്പോഴേക്കും ഞാൻ വായിക്കാൻ ഇരുന്ന് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു ബുക്കും പേനായും എടുത്തു വെച്ചു. കാരണം ഈ മാതാവിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഗം ഇതിനകത്ത് കിട്ടണം. എന്നിട്ട് വേണം അത് ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബുക്കിൽ എഴുതിയിട്ട് പിന്നെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് വെച്ച് ഒരു ഭാഗം ബൈബിളിൽ കണ്ടുപിടിക്കണം. ഇത് മാതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യമൊന്നും ആയിരിക്കില്ല ബൈബിളിൽ കണ്ടുപിടിക്കുന്നത്. ബൈബിളിൽ ചിലപ്പോൾ സാത്താനെ കുറിച്ച് വന്നിരിക്കുന്ന ഭാഗമായിരിക്കും കാണുന്നത്. അത് എടുത്തു വെച്ച് ഇത് മാതാവിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് തർക്കിച്ച് ജയിക്കണം. അങ്ങനെ പിന്നെ എൻ്റെ ബുദ്ധിയും കൂട്ടി ചേർക്കണേ. അങ്ങനെ വളരെ വിഷമിച്ചിട്ടാണ് എത്ര ദിവസം ബുദ്ധിമുട്ടിയാലാന്നറിയോ ഒരു വചനം വിട്ടാൻ പഠിക്കുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് മനസ്സാണ്. കാരണം എങ്ങനെയില്ല ആൾക്കാരെ രക്ഷപ്പെടുത്തണ്ടേ. അതുകൊണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് എഴുതാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം എഴുതാൻ മറന്നുപോയി. പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നു. ആ രാത്രി മുഴുവനും കുത്തിയിരുന്ന് ഞാൻ വായിച്ചു. ഉറങ്ങിയതേ ഇല്ല. നേരം വെളുത്തപ്പോഴത്തേനും ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നു. ഒരു ലൈൻ പോലും കള്ളാസും വരെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബുക്ക് അവിടെ ഇരുന്നു, ഒന്നും എഴുതിയില്ല. പക്ഷെ നേരം വെളുത്തപ്പോൾ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. എൻ്റെ രക്ഷയിൽ എവിടെയോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ ഇതുവരെ അറിഞ്ഞതാണ് സത്യം, അല്ലെങ്കിൽ ഇനി അറിയാനിരിക്കുന്നതാണ് സത്യം. എനിക്ക് ഈശോയുടെ രൂപങ്ങളിലൊന്നും വിശ്വാസമില്ല, മാതാവിൻ്റെ രൂപത്തിൽ വിശ്വാസമില്ല, പുണ്യാളന്മാരെ അത്രയും പോലും വിശ്വാസമില്ല, ആരെയും പരിസരത്തടുപ്പിക്കില്ല ഞാൻ. അങ്ങനത്തെ ഉള്ള ഒരവസ്ഥയിൽ എനിക്ക് പിന്നെ ഈശോയുടെ അടുത്ത് ഓടിച്ചെന്ന് ചോദിക്കാൻ പറ്റുമോ? ഈശോയുടെ രൂപത്തിന് മുമ്പിൽ അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് ചോദിക്കാൻ പറ്റില്ല. പള്ളിയേ ഇല്ല എൻ്റെ കണക്കനുസരിച്ച്, വെറുതെ ഒരു ഹോളേ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ നേരെ ടെറസിലേക്ക് കയറിപ്പോയി. ടെറസിൽ ചെന്നിട്ട് മുട്ടുകുത്തി നിന്ന് ആകാശത്തിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു, ദൈവമേ എന്താണ് സത്യം? എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. ഏത് സഭയിലാണ് സത്യം എന്നുള്ളത് എനിക്ക് അറിയണം. കർത്താവ് നീ എന്നോട് സംസാരിക്കണം. ഇതാ എനിക്കിപ്പോൾ സംശയമായിരിക്കുന്നു. ഒരു കൂട്ടർ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നു, ഇതാ ഞങ്ങൾ പറയുന്നതാണ് സത്യം, നീ രക്ഷിക്കപ്പെട്ടാണെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അവിടെ അമ്മയും വേണ്ട, സഹോദരങ്ങളും വേണ്ട, ആരും വേണ്ടെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ഇതാ വേറൊരു സ്ത്രീ ദൈവം തന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു, പരിശുദ്ധ അമ്മയില്ലാതെ ഒരു ക്രൈസ്തവ ജീവിതമില്ലെന്ന്. യേശുവില്ല അമ്മയില്ലാതെ. അതുപോലെ ഒരു സ്ത്രീയോട് കർത്താവ് തന്നെ സംസാരിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഇതിലെന്താണ് സത്യം? അറിയാതെയാണ് എനിക്ക് തെറ്റുപറ്റുന്നതെങ്കിൽ കർത്താവെ എന്നെ തിരുത്താൻ നിനക്ക് കടമയുണ്ടല്ലോ. അറിഞ്ഞുകൊണ്ട് എനിക്ക് തെറ്റുപറ്റുന്നതെങ്കിൽ ഈശോ എന്നോട് കരുണ കാണിക്കണേ. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശൂന്യതയിലേക്ക് നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. കാരണം ദൈവത്തിന് എൻ്റെ മുമ്പിൽ ദൈവത്തിന് രൂപം ഭാവമൊന്നുമില്ല. അങ്ങനെ ദൈവം അരൂപിയാണ്, അദൃശ്യനാണ് ദൈവം. അതുകൊണ്ട് ഞാൻ ആകാശത്തിലേക്ക് നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയും പകലും ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചുള്ളൂ, അത് ദൈവം എവിടെയാണെന്ന് അറിയാൻ. ഏത് ദൈവമാണ് സത്യം? അവൻ എവിടെയാണ് ജീവിക്കുന്നത്? എനിക്ക് അവനെ കാണണം, അവൻ്റേതാകണം, രക്ഷപ്പെടണം. എനിക്ക് രക്ഷിക്കപ്പെടണം, ദൈവത്തോടു കൂടെ ആയിരിക്കണം, ക്രിസ്തുവിൻ്റെതായി തീരണം. യേശു എവിടെയാണ് സത്യമായും ജീവിക്കുന്നത്? സത്യമായും ജീവിക്കുന്നിടത്ത് എന്നാലേ അവനെ തിരിച്ചറിഞ്ഞ് എനിക്ക് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെന്നെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് എവിടെയാണ് നീ സത്യമായും ജീവിക്കുന്നത് എന്ന് എന്നോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എങ്ങനെ സംസാരിക്കുന്നതൊന്നും എനിക്കൊട്ട് മനസ്സിലായില്ല. ദൈവം അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ദൈവം എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് കരുതി മനുഷ്യരൂപത്തിൽ വന്ന് സംസാരിക്കുന്നൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. കാരണം ആ വിശ്വാസം ഇല്ലാത്ത സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരൂപത്തിലുള്ള യേശുവിനെ കുറിച്ച് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയും പകലും എൻ്റെ ജോലിക്കിടയിൽ പോലും ഞാനിത് ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ സാധാരണ രീതിയിൽ ജീവിച്ചെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എന്താണ് സത്യം? അതെനിക്കറിയണം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് അവൻ ഇന്നലെ സംസാരിച്ചത് മുഴുവനും ഈ ബൈബിളിലുണ്ട്. അവൻ ഇനി വീണ്ടും വരുമ്പോൾ സംസാരിക്കാനുള്ള കാര്യങ്ങളും ഈ ബൈബിളിനകത്തുണ്ട്. എങ്കിൽ പിന്നെ അവൻ എന്തുകൊണ്ട് ഇന്ന് സംസാരിച്ചുകൂടാ? ഇന്ന് എന്നോട് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? എങ്കിലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈശോ, നീ എന്നോട് സംസാരിക്കണം. പത്രോസിനോടും യോഹന്നാനോടും ഒക്കെ അങ്ങ് സംസാരിച്ചു, കൂട്ടത്തിൽ ജീവിച്ച് സംസാരിച്ചു. പക്ഷെ പൗലോസിനോട് സംസാരിച്ചത് അങ്ങ് ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ, അപ്പൊ പിന്നെ അതുപോലെ എന്നോട് സംസാരിക്കാൻ പറ്റുമോ ഈശോയ്ക്ക്? അല്ലെങ്കിൽ പിന്നെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകില്ലേ? ഈശോ, നീ എന്നോട് സംസാരിക്കണം, പൗലോസിനോട് സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യില്ല. ഞാൻ ആകെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. എൻ്റെതായ ഒരു പ്രവൃത്തി വേറെ ഉണ്ടാവുകയില്ല. കാരണം പത്രോസും യോഹന്നാനും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കയ്യും കാലിട്ട് ഇളക്കുവോ തല ഇളക്കുവോ നാക്കിളക്കുവോ ഒന്നും ചെയ്തില്ല. അവരൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. അത് പരിശുദ്ധാത്മാവ് തൻ്റെ ഹിതം കൊണ്ട് വന്നതാ അവരുടെ മേൽ. അവർ കാത്തിരിക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് സാധാരണ രീതിയിലുള്ള പരിശുദ്ധാത്മാവിനെ ഒന്നും വേണ്ട. പത്രോസിനും പൗലോസിനും കൊടുത്ത പരിശുദ്ധാത്മാവിനെ വേണം എനിക്ക്. അത് കുറഞ്ഞ ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ അത്രയും ശക്തിയോടുകൂടി വരണം. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, അപ്പൊ സത്യം അറിയാൻ പറ്റുമല്ലോ. പത്രോസിനോടും പൗലോസിനോടും ഈശോ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. എങ്ങനെ പറഞ്ഞാലാണ് കർത്താവ് വരുന്നത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ആ പറയുന്ന വാക്കുകളുടെ ഗൗരവമൊന്നും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൂടുതൽ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് 6 മാസം ജോലിയുടെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് സമയം കിട്ടിയാൽ ഞാൻ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിട്ട്, അപ്പോഴും പുറത്തേക്ക് നോക്കണമല്ലോ, ശൂന്യതയിലാണല്ലോ കർത്താവ് എൻ്റെ സങ്കല്പത്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ ഈശോയോട് ചോദിക്കും, എവിടെയാണ് നീ ഇരിക്കുന്നത്, എന്താണ് സത്യം എന്ന് വെറുതെ പുറത്തേക്കൊക്കെ നോക്കി ചോദിക്കുമായിരിക്കും. അങ്ങനെ പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. മാസങ്ങളോളം ഈശോ ഒന്നും വേണ്ടിയില്ല. എങ്കിലും കർത്താവ് വരുന്നവരെ പ്രാർത്ഥന നിർത്തുകയാണെന്ന് ഞാനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ തീരുമാനിച്ചത് എൻ്റെ വെടുക്കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് സഹായിച്ചു. കാരണം വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിച്ചു പരിശുദ്ധാത്മാവിന് ഒത്തിരി നന്ദി. പരിശുദ്ധാത്മാവാണ് എന്നെ സഹായിച്ചത്. എൻ്റെ മിടുകൊണ്ടൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുകയില്ല. എന്തായാലും ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് റൂമിലുള്ള 6 കുട്ടികൾ ഉണ്ട്. റൂമിൽ 6 പേരുണ്ട്. എല്ലാവരും മലയാളികളാണ്. അവിടെ റൂമിൽ എനിക്ക് അതുകൊണ്ട് ഭാഷ പഠിക്കാൻ പറ്റിയിട്ടില്ലേ. അവരെല്ലാം ഡ്യൂട്ടിക്ക് പോയിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ വന്നപ്പോൾ. പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ചാപ്പലിലിരുന്ന് സിസ്റ്റേഴ്സ് ജപമാല ചൊല്ലുന്നുണ്ട്. അതെനിക്ക് വലിയ വിഷമമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഞാൻ അവരോട് സുവിശേഷം പറയാത്തതുകൊണ്ടാണ് അവരവിടെ ഇരുന്ന് ജപമാല ചൊല്ലാൻ കാരണം. ആ വിഷമം മനസ്സിലുണ്ട്. അതുകൊണ്ട് റൂമിൽ കയറിയ ഉടൻ തന്നെ ഡ്രസ്സും മാറിയില്ല, പല്ലും തെച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല. ഞാൻ എൻ്റെ കട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. കർത്താവ് വന്നിട്ട് 6-7 മാസമായി, ഇതുവരെ എനിക്ക് സുവിശേഷം പറയാൻ പറ്റിയിട്ടില്ലല്ലോ, ഇനി എന്താ ചെയ്യുന്നത് എന്നുള്ള വലിയ വിഷമത്തോടു കൂടി ഇരുന്ന് കരയാൻ തുടങ്ങി. ഇവരോടൊക്കെ പറയാനായിട്ട് എന്നെ സഹായിക്കണേ, എൻ്റെ കുറവ് കൊണ്ടാണോ കർത്താവ് എന്നൊക്കെ ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ രാവിലെ ഒരു 8:30-9 മണിയായിട്ടേ ഉള്ളൂ സമയം. നല്ല ബോധമുണ്ട്. ഞാൻ എൻ്റെ കട്ടിലിൽ വലിയ ഒച്ചത്തിൽ നിലവിളിച്ച് കരയുകയാണ്. തൊട്ടപ്പുറത്ത് അടുത്ത് തന്നെയുള്ള ബെഡിൽ ഒരു ബൈബിള്, എൻ്റെ കയ്യിലിരുന്ന് ബൈബിളും വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല, അത്രമാത്രം സങ്കടത്തോടുകൂടി കരയുന്നത്. എല്ലാവരും രക്ഷിക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ദർശനം കാണുന്നത്. പക്ഷെ അത് ദർശനമാണെന്നോ അതുപോലെ എനിക്ക് അന്ന് മനസ്സിലായില്ലെന്നുള്ളതാ സത്യം. അങ്ങനത്തെ വിശ്വാസമൊന്നും എനിക്കില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ഞാൻ കണ്ട ദർശനം ഇങ്ങനെയാ. ഞാൻ ഉറക്കത്തിലൊന്നും അല്ല കണ്ടത്. നല്ലപോലെ കണ്ണ് തുറന്നിരുന്ന് ഏങ്ങലടിച്ച് കരയുമ്പോഴാണ് പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് എനിക്ക് ചലിക്കാൻ മേലാതായി. ഈ പിന്നീട് നടന്ന മണിക്കൂറുകളോളം ഈശോ സംസാരിച്ചു. ഏകദേശം 12 വരെയും ഈശോ സംസാരിച്ചു. അത്രയും സമയം ഞാൻ ആ കട്ടില ഇരുന്നിടത്തിരുന്നതേ ഉള്ളൂ. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരുന്നു. കണ്ടത് ഇങ്ങനെയാണ്: ലോകം അവസാനിച്ചു, എല്ലാ ജീവജാലങ്ങളും നശിച്ചുപോയി. ഈ ഭൂമിയിൽ ഒരു പച്ച ഇല പോലുമില്ല. എല്ലാം വലിയ കൊടുങ്കാറ്റും പേമാരിയും ഇടിമുഴക്കവും ഇടിമിന്നലും ഭൂമികുലുക്കവും ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും എല്ലാമായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. കുലുങ്ങി ആടുകയാ ഭൂമി. അങ്ങനെ തീർന്നു. കലങ്ങി മറിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമുണ്ട്. ഞാൻ മാത്രം മരിച്ചിട്ടില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, ഈ കലക്കവെള്ളത്തിനകത്തൂടെ ഓടുന്നത്. അങ്ങനെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഒച്ച കേട്ട് നോക്കുമ്പോൾ ഉരുള് പൊട്ടി വരിക. അപ്പോൾ മുമ്പോട്ട് നോക്കുമ്പം യേശു മുമ്പോട്ട് നടന്നു പോവുക. എന്നെ നോക്കുന്നില്ല, യേശു നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട്
അപ്പോൾ എനിക്ക് ഈ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് എനിക്ക് ഈശോയുടെ ഈ പടത്തിൽ കാണുന്ന രൂപം തന്നെ ഞാൻ അന്നേരം കണ്ടത്. തിരുഹൃദയ രൂപത്തിലുള്ള ഈശോയാണ് പോകുന്നത്. പക്ഷെ എനിക്ക് അലർജി ഒന്നും തോന്നിയില്ല ആ സമയത്ത് കേട്ടോ. ഏതായാലും ഞാൻ യേശുവേന്ന് വിളിച്ചുകൊണ്ട് പുറകെ ഓടി. പക്ഷെ ഈശോ ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞു നോക്കിയില്ല. എത്ര മാത്രം വേഗം ഞാൻ ഓടിയാലും എത്ര പതുക്കെ ഞാൻ ഓടിയാലും ഞാനും ഈശോയും തമ്മിൽ ഒരു നിശ്ചിത അകലം ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു അത്. വേഗത്തിൽ ഓടിയാലും പതുകൽ ഓടിയാലും ആ ഒരു പ്രത്യേക അകലം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. എന്നാൽ എനിക്ക് അടുത്തെത്താനും പറ്റുന്നില്ല. ഒരു പ്രാവശ്യങ്ങൾ നോക്കിയപ്പോൾ ഉരുള് പൊട്ടി തൊട്ടടുത്തെത്തി. ഇനിയിപ്പോൾ ഓടിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈശോ തിരിഞ്ഞു നോക്കിയാൽ രക്ഷിക്കുകയില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ഓട്ടം അവസാനിപ്പിച്ചു. എൻ്റെ ഓട്ടം ഞാൻ അവസാനിപ്പിച്ച നിമിഷം കർത്താവ് തിരിഞ്ഞു നിന്നു. ഈശോ തിരിഞ്ഞു നിന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് ഈശോയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അപ്പോഴേക്കും ഈ ഉരുള് പൊട്ടിയത് വേറൊരു വശത്തോടി കടന്നു പോവുകയും ചെയ്തു. ഈശോ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മലമുകളിലേക്ക് നടന്നുപോയി. ആ ഉരുള് പൊട്ടിയ മലയുടെ മുകളിൽ ചെന്നപ്പോൾ ആ ഉരുള് പൊട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു ഉറവ് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ആ ഉറവ് മുകളിൽ നിന്ന് തുടങ്ങി ചെറുതായിട്ട് തുടങ്ങി ഒരരുവിയായിട്ട് താഴ്വരയിലെത്തും വലിയ പുഴയായിട്ട് ഒഴുകുന്ന കാണാൻ പറ്റും. അന്ന് അത് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ കുഴിയിലൂടെ അത് ഒഴുകി വരുമ്പോൾ പാദം മൂടാൻ പോലും വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഈശോ അവിടേക്ക് എൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് കുറേ നേരത്തേന് വലിയ നിശബ്ദതയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പുല്ലൊക്കെ പതുക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് പ്രഭാതമായി. ആ സമയത്ത് ഈശോ കുനിഞ്ഞ് ആ കുഴിയിൽ നിന്നൊരല്പം വെള്ളം കൈകൊണ്ട് കോരിയെടുത്തു. എന്നിട്ട് എൻ്റെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു. എനിക്കിത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ഈശോ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിയതാണ്. അപ്പോൾ പിന്നെ എൻ്റെ തലയെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കേണ്ട കാര്യം എന്നാ? അപ്പം ഞാനത് വലിയ അഭിമാനമായിട്ട് പറയുകയും ആരെ കണ്ടാലും എൻ്റെ ഹൃദയത്തിൽ ചിന്ത ഞാൻ ഇവരെ പോലെയല്ല, ഞാൻ ഈശോ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിയതാണെന്ന് അഭിമാനത്തോടെ പറയുകയും മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യാൻ പറയുകയും ചെയ്ത് എൻ്റെ തലയിൽ കർത്താവ് വെള്ളം കോരി ഒഴിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈശോയെ പോലും ചോദ്യം ചെയ്യാനുള്ള അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടും ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവേ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നീ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിയതാണല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, ആദ്യമായിട്ട് ഈശോ സംസാരിച്ചത് എങ്ങനെയാണ്? ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ മുങ്ങിയതുപോലെ തന്നെ നിനക്ക് മുങ്ങണമെങ്കിൽ നിനക്ക് ജോർദാനിൽ വരേണ്ടി വരും. നീ ജോർദാനിലാണോ മുങ്ങിയത്? ഇപ്പം ഞാൻ പറഞ്ഞല്ല, പെരിയാറ്റില. കൊള്ളാം. എന്നെ മുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട താപസനായ ഒരു മനുഷ്യൻ വന്നു. നിന്നെ മുക്കാൻ ആരാ അയച്ചത്? ആരാ വന്നത്? ഞാൻ പറഞ്ഞു, ആരാ അയച്ചതെന്നറിയത്തില്ല. ഒരു മനുഷ്യൻ, കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ, 2-3 കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. യേശു പറഞ്ഞു, അതും കൊള്ളാം. ഞാൻ മുങ്ങിയിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയും ഞാൻ ദൈവപുത്രനാണെന്ന് ദൈവപിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ടവർ അത് സാക്ഷ്യപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. നീ മുങ്ങിയിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? അപ്പം ഞാൻ പറഞ്ഞ കർത്താവേ, ആത്മീയമായി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശോ പറഞ്ഞു, അങ്ങനെ ആത്മീയമായിട്ട് മാത്രം സംഭവിച്ചാൽ പോരല്ലോ. മുങ്ങി എന്നുള്ളത് ആത്മീയമായിട്ട് സംഭവിച്ച കാര്യമല്ല. നീ വെള്ളത്തിലിറങ്ങി മുങ്ങി, ഞാൻ മുങ്ങിയതുപോലെ മുങ്ങിയെന്നും പറഞ്ഞ്, അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം അന്ന് നടന്ന പോലെ തന്നെ സംഭവിക്കണം. സ്വർഗം തുറക്കപ്പെടണം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരണം, ദൈവത്തിൻ്റെ സ്വരവും കേൾക്കണം. അങ്ങനെ ആരെങ്കിലും കേട്ടതായിട്ട് വല്ലവരും പറഞ്ഞോ എന്ന്? ഞാൻ പറഞ്ഞു, അങ്ങനെ ആരും കേട്ടതായിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ മോളെ, എങ്കിൽ പിന്നെ ഇനി മേലാൽ ഞാൻ മുങ്ങിയതുപോലെ തന്നെ മുങ്ങി എന്ന് പറയരുത്. കാരണം ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യം ചെയ്തിട്ട് എല്ലാം ഞാൻ ചെയ്തതുപോലെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ പേരും പറഞ്ഞ് വെറുതെ നടക്കരുത് മോളെ. പിന്നെ ഞാൻ മുങ്ങുവാൻ വേണ്ടിയിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെങ്കിലും അറിയാമെങ്കിൽ നീ ഞാൻ മുങ്ങിയ പോലെ മുങ്ങിയെന്ന് പറയുകയില്ല. അതിലൊരു കാരണം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ യോഹന്നാൻ പറയുകയാണ്, ജലത്താൽ സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്ന നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുവാനുള്ളവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം ഞാൻ ദൈവപുത്രനാണെന്നുള്ള സാക്ഷ്യം നൽകാനും കൂടിയാണ് അത് ചെയ്തത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിനക്കറിയത്തില്ലാത്തതാണ് കുഴപ്പം. ഇനി ഞാൻ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിന്ന് ഇനി പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇനി പറയാല, ഇപ്പം എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യമാണ്, വിശ്വസിച്ച് കഴിഞ്ഞാൽ പോയി ഏറ്റു പറയണ്ടേ.
എല്ലാവരുടെ മുമ്പിൽ പോയി ഏറ്റുപറയണ്ടേ? വിശ്വസിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ ചെയ്തത് ശരിയാണെന്ന് കർത്താവിന് മുമ്പിൽ സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈശോ പറഞ്ഞിട്ട്, മോളെ ഒരു ദിവസം അങ്ങനെ നീ പറയുന്ന പോലെയാണെങ്കിൽ ചെന്ന് അച്ഛനെയും വിളിച്ച് കുറച്ച് ആൾക്കാരെയും കൂട്ടി ഏതെങ്കിലും വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് കുറേ മനുഷ്യരെയും കൂട്ടി ഒരു ദിവസം യേശുവിൽ നീ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ബൈബിളും എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ വീട്ടിൽ വന്നിരുന്ന് കുറച്ച് നേരം ബൈബിൾ വായിച്ചു. പിന്നെ ഈശോയെ അറിയാവുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ചെന്ന് നീ യേശുവിൽ വിശ്വസിക്കുന്നു ഏറ്റു പറയാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഏറ്റുപറച്ചിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ ഏറ്റുപറയുന്ന ദിവസം അങ്ങനെ വികാരിച്ച് മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമില്ല പറയുന്ന സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞ് ആ നിമിഷം തൊട്ട് ഏറ്റു പറയാൻ തുടങ്ങുന്നതായിരിക്കണം നിന്റെ ജീവിതം. അല്ലാതെ ഒരു ദിവസം ഒരിടത്ത് ചെന്ന് 10 മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെ കൂടി പാട്ടും പാടി തിരിച്ചിങ്ങ് പോന്നു, തീർന്നു. ഏറ്റുപറച്ചിൽ അന്ന് അവസാനിച്ചു. പിന്നെ ആരുടെ അടുത്ത് ഏറ്റുപറയുന്നത്? പിന്നെ നിന്റെ സഭയിൽ പോയി പറയും എല്ലാ ദിവസവും യേശുവിൽ വിശ്വസിക്കുന്നു എന്ന്. അങ്ങനെ നിന്റെ സഭക്കാർക്ക് മാത്രം മനസ്സിലാകാനുള്ള പോരത്. നിന്നെ കാണുന്ന സകല ജാതികളും യേശു ക്രിസ്തുവിനെ നീ ഏറ്റുപറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യാൻ ഇടയാകണം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഏറ്റുപറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അറിയാവുന്നവരുടെ അടുത്ത് പിന്നെയും ചെന്ന് പറയുന്നതല്ല ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് നീ ഈ കാര്യം മനസ്സിലാക്കുക. പറയുമ്പോൾ വികാരിച്ച് മാത്രമേ ഉള്ളതിൽ ഒരു കുഴപ്പമില്ല. അത് കഴിയും, പക്ഷെ എല്ലാവരും അറിയണം. അല്ലാതെ എല്ലാവരുടെയും കേൾക്കൽ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ ആരും അറിഞ്ഞില്ല, പിന്നെ ഞാൻ ഏതാണ്ടാണ് അല്പം എന്തോ ആണ് എന്ന രീതിയിലുള്ള അഹങ്കാരം കൊള്ളിയല. യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നീ രക്ഷപ്പെട്ട, അല്ലാതെ നീ പോയി മുങ്ങിയതുകൊണ്ടൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ഇത് വിശ്വസിക്കാം. എന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കുഴപ്പം, ഈ കുഞ്ഞുങ്ങളെ മുക്കുന്നുണ്ട് കത്തോലിക്ക സഭ. എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയുടെ പഠനം തെറ്റാണെന്ന് തെളിയിക്കുക, അത് ഈ കർത്താവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, കർത്താവ് കത്തോലിക്ക സഭ കുഞ്ഞുങ്ങളെ മുക്കുന്നുണ്ട്, അതെന്തായാലും തെറ്റല്ലേ? അത് നല്ല തെറ്റാ. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ധൈര്യമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈശോ അത്ര സ്നേഹത്തോടുകൂടി എന്നോട് ഇടപെടുന്നത്. വലിയ സ്നേഹത്തോടും വലിയ കരുണയോടും കൂടി കുഴച്ച് എന്തോരം ചോദ്യം ചോദിച്ചാലും വലിയ സ്നേഹത്തോടെ അപ്പൻ മകളോട് സംസാരിക്കുന്നത് പോലെ വലിയ സ്നേഹത്തോടെ അടുക്കിൽ നിന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് പറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. പേടിപ്പിക്കുന്ന ഒന്നും യേശുവിലില്ല, ഭയപ്പെടുന്നതൊന്നുമില്ല. കരുണയും സ്നേഹവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ധൈര്യമായി. ഇനി ചോദിക്കുന്നതിനേക്കാളും മര്യാദയായിട്ട് ഈശോ ഉത്തരം തരുന്നത്. അതുകൊണ്ടും പേടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈശോയെ കത്തോലിക്ക സഭ കാണിക്കുന്നത് തെറ്റല്ലേ? കുഞ്ഞുങ്ങളെ മുക്കുന്നത് എന്തായാലും തെറ്റാ. ഈ ഇത്തിരി ഇല്ലാത്ത കൊച്ചിന് തലേ വെള്ളം കോരി ഒഴിച്ചാൽ അതിന് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് വെറുതെ കരയല്ലേ ഉള്ളൂ, അതിനൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് തെറ്റല്ലേ അവർ ചെയ്യുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, മോളെ മുങ്ങിക്കുളിച്ചാലും കോരി കുളിച്ചാലും കുളിക്കുക എന്നാണ് പറയുന്നത്. നിന്നെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ മാമോദിസം മുക്കിയത്. അത് നീ ഞാനുമായി ചെയ്ത ഉടമ്പടിയാണ്. ദൈവജനത്തോട് നിന്നെ ചേർത്ത് ഉടമ്പടിയത്. അപ്പം അതുകൊണ്ട് ഇപ്പം മാമോദിസം മുങ്ങിക്കഴിഞ്ഞ് നീ മരിച്ചു പോയാൽ നിന്റെ അസ്ഥിക്ക് പോലും പിന്നെ എനിക്ക് അവകാശം. അത്രത്തോളം വലിയൊരു ഉടമ്പടിയാണത്. ഇനി ദൈവജനമെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചത് 2000 കൊല്ലം മുമ്പ്